സെൻട്രൽ അമേരിക്കയിൽ ക്യൂബക്കടുത്തുള്ള ഒരു കൊച്ചു രാജ്യമാണ് ഹെയ്ത്തി. കേരളത്തിന്റെ അതേ വലിപ്പമുള്ള ഈ രാജ്യത്തിൽ 1 കോടിയോളം ആളുകൾ ജീവിക്കുന്നു. ഹിസ്പാനിയോല ദ്വീപിന്റെ പടിഞ്ഞാറ് ഭാഗം ഹെയ്ത്തിയും കിഴക്ക് ഭാഗം ഡൊമിനിക്കൻ റിപ്പബ്ലിക് എന്ന രാജ്യവുമാണ്. പണ്ടുകാലത്ത് ഇവിടെ ഫ്രഞ്ചുകാർ ഭരിക്കുകയും കരിമ്പ് തോട്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. അങ്ങനെ ആദ്യകാലത്ത് വളരെ സമ്പന്നമായിരുന്ന ഒരു രാജ്യമായിരുന്നു ഹെയ്ത്തി. പക്ഷെ ഇപ്പോൾ അനേക വർഷങ്ങളിലെ ആഭ്യന്തര സംഘർഷവും ഭൂമികുലുക്കങ്ങളും ഈ രാജ്യത്തെ സെൻട്രൽ അമേരിക്കയിലെ ഏറ്റവും ദരിദ്രമായ രാജ്യമാക്കി മാറ്റിയിരിക്കുന്നു. അഴിമതിയും സാമ്പത്തിക പ്രതിസന്ധികളും കലാപങ്ങളും ഈ രാജ്യത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. ഗുണ്ടാ സംഘങ്ങൾ തലസ്ഥാനത്ത് പോലും അഴിഞ്ഞാടുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. പരാജയപ്പെട്ട ഒരു രാജ്യമായി ഹെയ്ത്തി മുദ്രകുത്തപ്പെട്ടത് ഇത്തരം കാരണങ്ങൾ കൊണ്ടാണ്. രാഷ്ട്രീയ അസ്ഥിരതയും റോഡുകളുടെ അപര്യാപ്തതയും ആരോഗ്യ മേഖലയുടെയും വിദ്യാഭ്യാസ മേഖലയുടെയും പിന്നോക്കാവസ്ഥയും ഈ രാജ്യത്തെ നരകതുല്യമാക്കിയിട്ടുണ്ട്. ഭൂരിഭാഗം ആളുകളും തൊഴിൽ രഹിതരാണ്. അമേരിക്കയിൽ നിന്ന് ധാരാളം ധനസഹായം ലഭിക്കുന്നുണ്ട്. അതുപോലെ കാനഡയും യൂറോപ്യൻ യൂണിയനും ഈ രാജ്യത്തെ സഹായിക്കുന്നുണ്ട്. 23 വർഷം മുമ്പ് ഒരു വലിയ ഭൂമികുലുക്കമുണ്ടായപ്പോൾ അമേരിക്കൻ രാഷ്ട്രപതി ബറാക് ഒബാമ $1 ബില്യൺ അമേരിക്കൻ സഹായധനം നൽകുകയുണ്ടായി. ടൂറിസം മേഖല തീരെ വികസിച്ചിട്ടില്ല. മനോഹരമായ ബീച്ചുകളും കുന്നിൻ പ്രദേശങ്ങളുമുള്ള ഹെയ്ത്തിയിൽ കൊല്ലം മുഴുവൻ ചൂടുള്ള കാലാവസ്ഥയാണ്. എങ്കിലും ടൂറിസ്റ്റുകൾക്ക് ഈ രാജ്യത്തിലേക്ക് വരുവാൻ പേടിയാണ്. മോശമായ അഭിപ്രായം പത്രങ്ങളിലും ടെലിവിഷൻ ചാനലുകളിലും നിരന്തരമായി പ്രത്യക്ഷപ്പെടുന്നതുകൊണ്ട് ഹെയ്ത്തിയിലേക്ക് യാത്ര ചെയ്യുന്നത് അപകടകരമാണെന്ന് ടൂറിസ്റ്റുകൾ വിശ്വസിക്കുന്നു. എങ്കിലും ഒരു വർഷം 12 ലക്ഷം ടൂറിസ്റ്റുകളെ ആകർഷിക്കുവാൻ ഹെയ്ത്തിക്ക് കഴിയുന്നുണ്ട്. ഹെയ്ത്തിയിലെ ജനങ്ങൾ ഭൂരിഭാഗവും വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നു. അമേരിക്കയിലും കാനഡയിലും ഫ്രാൻസിലും ഹെയ്ത്തിയൻ കമ്മ്യൂണിറ്റി ധാരാളമായിട്ടുണ്ട്. 30 വർഷം ഹെയ്ത്തി ഭരിച്ചിരുന്ന ഡുവാലിയർ ഗവൺമെന്റ് വമ്പിച്ച ഏകാധിപത്യ പ്രവണതയും രഹസ്യ പോലീസിന്റെ നിരീക്ഷണവും പതിവാക്കിയിരുന്നു. അതിനുശേഷം അധികാരം പിടിച്ചെടുത്ത അമേരിക്കൻ ഏജന്റ് അരിസ്റ്റൈഡ് അതുപോലെയുള്ള അഴിമതി തുടർന്നുകൊണ്ടേയിരുന്നു. അദ്ദേഹം അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ശേഷം ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ മേൽനോട്ടത്തിലാണ് രാജ്യത്തിന്റെ ഭരണം നടന്നു പോകുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ ഒരു സമാധാന സേന ഇവിടെ നിലകൊള്ളുന്നുണ്ട്. കൂടുതൽ ബ്രസീലിൽ നിന്നുള്ള പട്ടാളക്കാരാണ് ഇതിൽ അംഗങ്ങളായിട്ടുള്ളത്. തലസ്ഥാന നഗരിയിലെ ഗുണ്ടാ സംഘങ്ങളും പോലീസും തമ്മിൽ ഇടക്കിടക്ക് ഏറ്റുമുട്ടൽ ഉണ്ടാകാറുണ്ട്. സദാചാര പോലീസ് അല്ലെങ്കിൽ വിജിലാൻറെ വിഭാഗങ്ങളുടെ ശല്യവും ഇവിടെയുണ്ട്. അമേരിക്കൻ പൗരന്മാർ ഹെയ്ത്തിയിലേക്ക് യാത്ര ചെയ്യുന്നത് ഒഴിവാക്കണമെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തട്ടിക്കൊണ്ടുപോകലും ആക്രമണങ്ങളും സാധാരണമായതുകൊണ്ടാണ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകപ്പെട്ടത്. ഹെയ്ത്തിയുടെ തലസ്ഥാനമായ പോർട്ടോ പ്രിൻസിൽ ടൂറിസ്റ്റുകൾക്ക് പരിമിതമായ സൗകര്യങ്ങൾ ഇപ്പോഴുമുണ്ട്. പിസ്സ ഗാർഡൻ ഈ നഗരത്തിലെ ഏറ്റവും മികച്ച പിസ്സേറിയകളിൽ പെട്ടതാണ്. പഴയ പിസ്സ ഗാർഡനും പുതിയ പിസ്സ ഗാർഡനും 2 വിഭാഗങ്ങളായി തിരിക്കപ്പെട്ടിരിക്കുന്നു. പരമ്പരാഗതമായ ഹെയ്ത്തിയൻ ശൈലിയിൽ മരം കൊണ്ടുള്ള മേശകളും വിളക്കുകളും ഈ റെസ്റ്റോറന്റിന് ഒരു ചാരുത നൽകുന്നു. അതുപോലെ ഹോട്ടൽ ഒലോഫ്സൺ പഴയകാലത്തെ ഒരു കൊട്ടാരമാണ്. മറീനുകളുടെ ആസ്ഥാനമായിരുന്ന ഈ കെട്ടിടം ഇപ്പോൾ ഹെയ്ത്തിയിലെ ഏറ്റവും നല്ല ഹോട്ടലാണ്. ഐക്യരാഷ്ട്രസഭയുടെ ഉദ്യോഗസ്ഥന്മാരും സിനിമാ ഷൂട്ടിങ്ങിന് വരുന്നവരും പ്രൊഫസർമാരുമൊക്കെ ഇവിടെയാണ് താമസിക്കുന്നത്. ഹോട്ടലിന്റെ ഉടമ റിച്ചാർഡ് എല്ലാവരോടും സൗഹാർദ്ദം വെച്ച് പുലർത്തുന്നത് കൊണ്ട് ഈ ഹോട്ടൽ പോപ്പുലറായി മാറിയിട്ടുണ്ട്. ബാറും റെസ്റ്റോറൻറ്റും ഇവിടെയുണ്ട്. വലിയ വിശാലമായ മുറികളാണ് ഇവിടെ കൊടുക്കുന്നത്. ഒരു രാത്രിക്ക് 7000 രൂപ ചാർജ് ചെയ്യുന്നു.